ഹായ്. വീടിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു പാർട്ടായിരുന്നു ഇൻറ്റീരിയർ ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ആൻഡ് വുഡൻ തീമിലുള്ള ഒരു കോൺസെപ്റ്റായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒത്തിരി ഡിസൈനേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. പക്ഷേ ഫൈനലി നമ്മൾ റീഗൽ ആർട്സ് ഇൻറ്റീരിയേഴ്സ് സനൂപിൻ്റെ അടുത്തും സ്മിതയാണ് നമ്മൾ അപ്രോച്ച് ചെയ്തതും. നമ്മുടെ ഡിസൈൻ എന്താണ്, നമ്മുടെ റിക്വയർമെൻറ്റ് എന്നുള്ളത് അവരടുത്ത് ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ഡ്രാഫ്റ്റ് കിട്ടുകയും ചെയ്തിരുന്നു. ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ തന്നെ നമ്മുടെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് 80% അതിൽ ഡിറൈവ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. സെക്കൻഡ് ഡ്രാഫ്റ്റിൽ 20% ഡിറൈവ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഡിസൈൻസ് ഫൈനലൈസ് ചെയ്യായിരുന്നു. ഡിസൈൻസ് ഫൈനലൈസ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ വന്നപ്പോഴത്തേക്ക് സനൂപുമായിട്ട് നമ്മൾ ഓരോ ഘട്ടത്തിലും ഡിസ്കസ് ചെയ്തു. ഇനി എന്തെങ്കിലും ജോയിനറി വർക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യണോ, ഇലക്ട്രിക്കലോ എന്താണെന്നുള്ള ഡിസിഗ്നേഷൻ ഫുള്ള് നമ്മൾ ചെയ്തിരുന്നു. അതിനുശേഷം സനൂപ് നമുക്ക് ഈച്ച് സ്റ്റേജിലും ഓരോ ഐഡിയാസ് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡ്രീം ഹോം നമ്മൾ ഈ ലെവലിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. വീട്ടിലെ ഫൈനൽ സ്റ്റേജ് ആയപ്പോഴത്തേക്ക് ഞാൻ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഒരു വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് ഞാൻ സനൂപുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും സനൂപ് പറഞ്ഞു അതിന് ഇഷ്യൂസ് ഒന്നുമില്ല, ഞാൻ വന്നത് ഫൈനലൈസ് ചെയ്തു തരാൻ പറയുകയും എൻ്റെ വൈഫും കുഞ്ഞും എൻ്റെ ബ്രദറും കൂടെ ഫർണിച്ചർ സെലക്ട് ചെയ്യാൻ പോവുകയും ഞാൻ വീഡിയോ കോളിലുണ്ടായിരുന്നു. ബേസ്ഡ് ഓൺ ദാറ്റ് സനൂപ് തന്നെയാണ് എല്ലാ ഫർണിച്ചേഴ്സും സെലക്ട് ചെയ്തത്. പക്ഷേ ചില ഗ്രേ ഏരിയാസ് ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കളർ കോമ്പിനേഷൻ എങ്ങനെയാകും എന്നുള്ള ഒരു വളരെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. പക്ഷേ സനൂപും സ്മിതയും നമ്മളത് കൺവിൻസ് ചെയ്തു. ഇത് എടുത്തു കഴിഞ്ഞാൽ ഫൈനലി എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന് അവർക്ക് ക്ലിയർ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മൾ 100% സനൂപിനെയും സ്മിതയും ട്രസ്റ്റ് ചെയ്യുകയും നമുക്കത് 100% നമുക്ക് ആ ഒരു ഫൈനൽ ഫിനിഷ് നമുക്ക് കിട്ടുകയും ചെയ്തു. അതുകൂടാതെ അവിടെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു. അപ്പം ഈച്ച് ആൻഡ് എവറി കോർണർ അവർ നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്ത് തരാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ ഹൗസ് വാമിംഗ് സെക്ഷനിൽ അവരെല്ലാ നമ്മുടെ ഗസ്റ്റുകളും അപ്രിഷ്യേറ്റ് ചെയ്ത ഒരു കാര്യമായിരുന്നു നമ്മളെ ഡിസൈൻ കോൺസെപ്റ്റിനെ കുറിച്ചിട്ടും നമ്മളെ തീമിനെ കുറിച്ചിട്ടും. വിഷിംഗ് ഓൾ ദ സക്സസ്ഫുൾ റീഗൽ ആർട്സ് ടീം ഫോർ ദെയർ എക്സെപ്ഷണൽ വർക്ക്. താങ്ക് യു വെരി മച്ച്.